മധ്യപ്രദേശിലെ ഇൻഡോർ മണ്ഡലത്തിൽ നോട്ടയ്ക്ക് വോട്ട് തേടി ക്യാമ്പയിൻ ശക്തമാക്കി കോൺഗ്രസ്. കോൺഗ്രസ് സ്ഥാനാർത്ഥി അക്ഷയ് കാന്തി ബാം പത്രിക പിൻവലിച്ച് ബിജെപിയിൽ ചേർന്നതിനാലാണ് നോട്ടയ്ക്കായി പ്രചാരണം നടത്താൻ കോൺഗ്രസിന്റെ തീരുമാനം. തൗഫീഖ് അസ്ലമുണ്ട് വിവരങ്ങൾ നൽകാനായി. തൗഫീഖ്, ആദ്യമായിട്ടായിരിക്കണം ഒരു പാർട്ടി, കോൺഗ്രസിനെ പോലെ ഒരു പാർട്ടി നോട്ടയ്ക്ക് വോട്ട് ചെയ്യുക എന്നുള്ളൊരു പ്രചാരണവുമായി രംഗത്തിറങ്ങേണ്ടി വന്നത്. അതിനിടയാക്കിയ സാഹചര്യം എന്തായിരുന്നു? ജിൽസി, തീർച്ചയായും ഒരു അസാധാരണ സംഭവമാണ് ഇപ്പോൾ മധ്യപ്രദേശിലെ ഇൻഡോറിൽ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. കാരണം നോട്ടയ്ക്ക് വോട്ട് തേടിക്കൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ അവരുടെ പ്രചാരണം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന അക്ഷയ് കാന്ത് ബാം വളരെ അപ്രതീക്ഷിതമായി ബിജെപി പാളയത്തിലെത്തിയതോടെയാണ് കോൺഗ്രസിന് വലിയ തിരിച്ചടി ഇൻഡോറിൽ നേരിട്ടത്. കോൺഗ്രസിന് വിജയം അത്ര സാധ്യമല്ലാത്ത ഒരു ലോക്സഭാ മണ്ഡലമാണ് ഇൻഡോർ. എന്നിരുന്നാലും ഒരു യുവ നേതാവിനെ ഇറക്കിക്കൊണ്ട് ശക്തമായിട്ടുള്ള ഒരു മത്സരം കാഴ്ചവെക്കാമെന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു കോൺഗ്രസ് ഉണ്ടായിരുന്നത്. എന്നാൽ വളരെ വേഗം തന്നെ ഈ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ബിജെപി അവരുടെ പാളയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു. തുടർന്ന് വളരെ വേഗം വിജയിച്ചു കയറാമെന്നുള്ളൊരു മോഹം ബിജെപിയിൽ ഉണ്ടാവുകയും ചെയ്തിരുന്നു. അതിന്റെ ഭാഗമായി SUCയുടെയും അതോടൊപ്പം തന്നെ BSPയുടെയും മറ്റ് സ്വതന്ത്ര സ്ഥാനാർത്ഥികളെയെല്ലാം സമീപിക്കുകയും അവരോടെല്ലാം പത്രിക പിൻവലിക്കണമെന്നുള്ളൊരു ആവശ്യം BJP ഉന്നയിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങൾ കൂടി കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കോൺഗ്രസ് ഇപ്പോൾ നോട്ടയ്ക്ക് വോട്ട് തേടിക്കൊണ്ടുള്ള ഒരു പ്രചാരണം ശക്തമാക്കിയിരിക്കുന്നത്. ഏതെങ്കിലും സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കോ അല്ലെങ്കിൽ SUCയുടെ സ്ഥാനാർത്ഥിക്കോ പിന്തുണ നൽകണമോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ കോൺഗ്രസ് ചർച്ച നടത്തിയിരുന്നു. എന്നാൽ ചർച്ചയ്ക്ക് പിന്നാലെ അത്തരത്തിൽ ആർക്കെങ്കിലും ഒരു പിന്തുണ നൽകുന്നതിന് പകരം നോട്ടയ്ക്ക് വോട്ട് തേടാമെന്നുള്ളൊരു ആവശ്യത്തെ അല്ലെങ്കിൽ ആ ഒരു നിലപാട് കോൺഗ്രസ് സ്വീകരിക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇപ്പോൾ അവരുടെ പ്രചാരണങ്ങൾ ഉൾപ്പെടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇൻഡോർ കൂടാതെ മറ്റു മണ്ഡലങ്ങളിൽ കൂടി ഇപ്പോൾ അവസാനഘട്ട വോട്ടെടുപ്പാണ് ഇനിയിപ്പോൾ മധ്യപ്രദേശിൽ നടക്കേണ്ടത്. ഇൻഡോർ ഉണ്ട്, അതോടൊപ്പം തന്നെ ഉജ്ജയിൻ ഉണ്ട്, രത്നാലുണ്ട്, ധാറുണ്ട്, കാർഗോണുണ്ട്, കഡ്വാഡയുണ്ട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ കൂടിയാണ് ഇപ്പോൾ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കേണ്ടത്. ഇന്നലെ ഭോപ്പാലിലും അതോടൊപ്പം തന്നെ ഗുണ ഉൾപ്പെടെയുള്ള പ്രമുഖ മണ്ഡലങ്ങളിലെല്ലാം ഇന്നലെ വോട്ടെടുപ്പ് നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ അവസാനഘട്ട വോട്ടെടുപ്പിനായിട്ട് മധ്യപ്രദേശ് ഒരുങ്ങുന്നത്. അതിനിടയിലാണ് ഇത്തരത്തിലുള്ള സാധാരണ സംഭവങ്ങൾ കൂടി ഉണ്ടാവുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവസാനഘട്ട വോട്ടെടുപ്പിലും. കാരണം അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ലോക്സഭാ മണ്ഡലങ്ങളിലെല്ലാം BJPയുടെ സിറ്റിംഗ് സീറ്റാണ്. അതുകൊണ്ട് ഇവിടെയെല്ലാം വലിയ വിജയം ഉണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസം BJPക്കുണ്ട്. ശരി, എന്തായാലും മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് കോൺഗ്രസിന് ഒരു ഗതികേടുണ്ടായിരിക്കുന്നത്. സ്ഥാനാർത്ഥി BJPയിൽ ചേർന്നതോടെ നോട്ടയ്ക്ക് വോട്ട് അഭ്യർത്ഥിച്ച് കോൺഗ്രസ് നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുകയാണ്.